ഇപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ബ്രെയിനായിട്ട് ബന്ധമില്ല എന്ന് പറയുമെങ്കിലും ഈ ഉറങ്ങി കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? നമ്മൾ ഓഫ് ആവുന്ന പോലെ ബ്രെയിനും ഓഫ് ആവുന്നുണ്ടോ? ഒരു ആക്സിഡന്റ് പറ്റിയാൽ നമുക്ക് കുറച്ച് കാലം, മാസങ്ങൾ അല്ലെങ്കിൽ കൊല്ലങ്ങൾ മുമ്പേക്കുള്ള ഓർമ്മ പോകാം. നന്നായിട്ട് മനസമാധാനമായിട്ട് കിടന്നുറങ്ങാൻ വരുന്ന ആളാരാണോ അയാളാണ് ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ എന്നാണ് എപ്പോഴും പറയുന്നത്. പല ആളുകളും പല കാര്യങ്ങൾ പറയാറുണ്ട് നമ്മൾ ഉറക്കത്തെ പറ്റി. 8 hours ഉറങ്ങണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് എങ്ങനെ കിടന്നുറങ്ങേണ്ടത് എന്നുള്ളതിനെ പറ്റി എല്ലാവർക്കും ചില മിത്തുകൾ ഉണ്ടായിരിക്കും. ചില ആൾക്കാർ പറയുന്നതൊക്കെ മലന്ന് കിടന്നുറങ്ങുന്നതാണ് ഏറ്റവും ഐഡിയൽ. ചില ആൾക്കാർ പറയും ഇടത് വശം ചേർന്ന് കിടന്നുറങ്ങുന്നതാണ് നല്ലതെന്ന്. എങ്ങനെയാണ് ഒരാൾ ഒരു സാധാരണ മനുഷ്യൻ ഐഡിയലി കിടന്നുറങ്ങേണ്ടതെന്നാണ് അഡ്വൈസ് ചെയ്യുന്നത്. ഈ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ആളുടെ ബ്രെയിനിൽ അയാൾ സ്വപ്നം പോലും കാണില്ല. അയാളുടെ ബ്രെയിനപ്പം എന്താ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ എന്താ ആക്ച്വലി ബ്രെയിൻ ഡെത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ട സമയത്ത് എനിക്ക് എപ്പോഴും ഡൗട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നലെ സിനിമയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ശോഭനയ്ക്ക് ഒരു ആക്സിഡൻറ്റിൽ ഓർമ്മ നഷ്ടപ്പെടുന്നു. അതിന് ശേഷം ഉള്ള കാര്യങ്ങൾ മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇത് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെ ആക്ച്വലി റിയൽ ലൈഫിൽ സംഭവിക്കാറുണ്ടോ? നമ്മളുടെ ബ്രെയിനിന് ഒരു ആക്സിഡൻറ്റിന് ശേഷം എല്ലാം മറന്നു പോകും, എന്നിട്ട് ആക്സിഡൻറ്റിന് ശേഷമായിരിക്കും നമ്മളെല്ലാം ഓർമ്മ വരിക. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സിനാരിയോ റിയൽ ലൈഫിൽ ഉണ്ടാവാറുണ്ടോ? ഒരു ആക്സിഡന്റ് പറ്റിയാൽ നമുക്ക് കുറച്ച് കാലം, മാസങ്ങൾ അല്ലെങ്കിൽ കൊല്ലങ്ങൾ മുമ്പേക്കുള്ള ഓർമ്മ പോകാം. അതിന് നമ്മൾ റിട്രോഗ്രേഡ് അംനീഷ്യ എന്ന് പറയും. അത് യൂഷ്വലി ഒരു ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറിയുടെ പാർട്ടാണ്. പക്ഷേ അത് ഇപ്പം ഇന്നലെ സിനിമയിലാണെങ്കിൽ ശോഭനയ്ക്ക് ചില കാര്യങ്ങൾ മാത്രം ഓർമ്മയില്ല, പക്ഷേ ശോഭന ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, സംസാരിക്കണു, ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റാണ്. അങ്ങനെ സാധാരണ ഉണ്ടാവില്ല. ഇപ്പം ഓർമ്മ തിരിച്ചു വരുന്നേ ഇല്ല എത്ര കാലം കഴിഞ്ഞിട്ടും. അപ്പം അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതൊരു സിവിയർ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചറി ആയിരിക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഒട്ടും ഓർമ്മയില്ലാതിരിക്കുള്ളൂ. പക്ഷേ അന്നേരം നമുക്ക് സ്പീച്ച് ഉണ്ടാവില്ല, നടക്കാൻ പറ്റില്ല, നമ്മൾക്ക് വേറെ ഡെഫിസിറ്റ്സും കൂടെ കാണും. അങ്ങനെ അല്ലാത്ത എല്ലതും കുറച്ച് മാസങ്ങൾ കഴിയുമ്പം അല്ലെങ്കിൽ കൊല്ലങ്ങൾ കഴിയുമ്പം ആ റിട്രോഗ്രേഡ് അംനീഷ്യ എന്ന് പറയുന്നത് മെമ്മറി നമുക്ക് പയ്യെ പയ്യെ തിരിച്ച് ബാക്കിലേക്ക് വരും. അല്ലാതെ ഇന്നലെ സിനിമയിൽ ശോഭന പോലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. സിനിമ കഥ മാത്രമാണ്. ഇത് ഈ പ്ലോട്ട് വേറെ കുറെ സിനിമകളിൽ വന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ മുഖം എന്നൊക്കെ പറഞ്ഞ സിനിമകളിലൊക്കെ ഇത് തന്നെ പ്ലോട്ട്. അത് വെറും സിനിമ, അത് ലോജിക്കായിട്ടൊരു ബന്ധമില്ല. ഇതുപോലെ സിനിമയിൽ കണ്ടിട്ടുള്ള സാധനങ്ങളെ ഇത് വളരെ കോമഡി ആയിട്ട് നമ്മളുടെ ബ്രെയിനിനെ വെച്ച് ചിത്രീകരിച്ച് നിൽക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഡോക്ടർ വിചാരിക്കുന്നത്? അതായത് ഡോക്ടർ തന്നെ ആസ് എ ന്യൂറോളജിസ്റ്റ് കോമഡി തോന്നിയേക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ഫ്രണ്ട്സിന്റെ മലയാള സിനിമയില്ലേ, ജയറാം കുറേ കാലം കോമയിൽ ഇങ്ങനെ കിടന്നിട്ട് പെട്ടെന്നൊരു ദിവസം ചാടി എണീക്കുന്നു, പെട്ടെന്ന് എല്ലാം ഓർമ്മ വരുന്നു. അയാൾക്ക് ഒരു കുഴപ്പമില്ല, കംപ്ലീറ്റ്ലി നോർമലായിട്ട് ഓർമ്മ വരുന്നു. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇപ്പോൾ കോമയിൽ നിന്ന് ഒരാൾ എണീക്കുമ്പം ആദ്യം അയാൾക്ക് സ്പീച്ച് ചിലപ്പോൾ വരും, കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലനെയാണ് വരും. അത് ഗ്രാജുവൽ ആയിരിക്കും. ഒരു സഡൻ കംപ്ലീറ്റ് റിക്കവറി ഫ്രം കോമ എന്ന് പറയുന്നത് സാധാരണ സംഭവിക്കില്ല. പിന്നെ അതുപോലെ അത് നമുക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നും. ഞങ്ങൾക്ക് ഇത് അറിയാവുന്നതുകൊണ്ട് കാണുമ്പോൾ നമുക്കത് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നും. പിന്നെയുള്ളത് ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പം സ്പൈഡർ കടിച്ചു, അപ്പോൾ സൂപ്പർ പവേഴ്സ് കിട്ടി സ്പൈഡർമാൻ ആവുന്നു. അങ്ങനെയൊന്നും സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ചുമ്മാ ഒരു മൂവി ഫൺ മാത്രമാണ്. പിന്നെ നമ്മളൊരു ലൂസി എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പടം ഉണ്ട്. അതില് ഈ ഡ്രഗ് ഡീലറാണല്ലോ. അപ്പൊ അത് അബ്ഡമനിൽ വെച്ചിട്ട് പോകുമ്പോൾ അത് പൊട്ടി ആ മെഡിസിൻസ് ബോഡിയിൽ കലർന്ന് അവർ ഭയങ്കര സൂപ്പർ പവർ. അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറും മിത്ത് മാത്രമാണ്. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അങ്ങനെ നമുക്ക് സൂപ്പർ പവർ ഒന്നും ഉണ്ടാവില്ല. അത് സിനിമ മാത്രമാണ്. അത് ഒരിക്കലും ലോജിക്ക് ഉള്ളതല്ല. പിന്നെ ചിലർ പറയും ആളുടെ 10% ഓഫ് ദ ബ്രെയിൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. 10% ബ്രെയിൻ വെച്ചാൽ ഏകദേശം ബാക്കി ബ്രെയിനെല്ലാം പോയി എന്നല്ലേ അർത്ഥം. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പോലും എൻ്റെ ബ്രെയിൻ്റെ പല ഏരിയാസ് ആക്റ്റീവ് ആയാലേ എനിക്ക് ഇതുപോലെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം സ്പീച്ച് ഏരിയ ആക്ടിവേറ്റഡ് ആവണം, എനിക്ക് കാണാൻ പറ്റണം, എനിക്ക് കേൾക്കാൻ പറ്റണം, എൻ്റെ കൈ ഞാൻ അനക്കുന്നുണ്ട്. അപ്പം ബ്രെയിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയ ആക്ടിവേറ്റ് ആയാലേ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പോലും പറ്റുള്ളൂ. 10% ബ്രെയിൻ ആക്റ്റീവ് ആയിട്ട് അവൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, അപ്പോൾ ഫുള്ള് ബ്രെയിൻ ആയ ആൾ എങ്ങനെയായിരിക്കും, ഭയങ്കര മിടുക്കനായിരിക്കും? അങ്ങനെയില്ല. നമ്മളൊരു കാര്യം ചെയ്യണം, നമ്മുടെ പല ഏരിയാസ് ഓഫ് ദ ബ്രെയിൻ ആക്ടിവേറ്റഡ് ആയാലേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഈ സിനിമയിൽ മാത്രം കാണുന്ന ചില ഒരു നമ്പറുകളും ഫൺ കോമഡീസ് മാത്രമാണ്. റിയൽ ലൈഫ് അല്ല കൂട്ടിക്കൊഴക്കരുത്. ഇപ്പോൾ ഡോക്ടർ നമ്മളെല്ലാവരും പറയും, അതായത് ലോകത്തിലെ ഏറ്റവും ധനികൻ എന്ന് പറയുന്നത് നന്നായിട്ട് മനസമാധാനമായിട്ട് കിടന്നുറങ്ങാൻ വരുന്ന ആളാരാണോ അയാളാണ് ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ എന്നാണ് എപ്പോഴും പറയുന്നത്. പല ആളുകളും പല കാര്യങ്ങൾ പറയാറുണ്ട് നമ്മൾ ഉറക്കത്തെ പറ്റി. 8 hours ഉറങ്ങണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് എങ്ങനെ കിടന്നുറങ്ങേണ്ടത് എന്നുള്ളതിനെ പറ്റി എല്ലാവർക്കും ചില മിത്തുകൾ ഉണ്ടായിരിക്കും. ചില ആൾക്കാർ പറയുന്നതൊക്കെ മലന്ന് കിടന്നുറങ്ങുന്നതാണ് ഏറ്റവും ഐഡിയൽ. ചില ആൾക്കാർ പറയും ഇടത് വശം ചേർന്ന് കിടന്നുറങ്ങുന്നതാണ് നല്ലതെന്ന്. എങ്ങനെയാണ് ഒരാൾ ഒരു സാധാരണ മനുഷ്യൻ ഐഡിയലി കിടന്നുറങ്ങേണ്ടതെന്നാണ് അഡ്വൈസ് ചെയ്യുന്നത്? Scientifically, the best thing is to sleep on the left side. Left side should be down. Nothing to do with the brain. It is something to do with the digestion. Okay. And the heart is on the left side. Turn to the left, the digestion will be better. Bakellam, not only the what is it called? Acidity, the stomach, everything will get it's on the left side. So better ideal ways to turn on the left side and sleep. Pregnancy so the pressure doesn't go to the heart. Basically that is one of the concepts. അപ്പോൾ നമ്മൾ എങ്ങനെ കിടന്നാലും ബ്രെയിനെ ബാധിക്കില്ലേ? നെക്ക് പെയിനും ബാക്ക് പെയിനും ഉള്ളവർക്ക്
നേരെ മലർന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാന്ന് പറയും. അതല്ലാതെ ബ്രെയിനെ അങ്ങനെ ബാധിക്കില്ല. യൂഷ്വലി ബാക്കിയുള്ളതാണ്. അപ്പോൾ ലെഫ്റ്റ് ലാറ്ററിൽ കിടക്കണം എന്ന് പറയും, സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക. അപ്പോൾ നമുക്ക് ബാക്കും നെക്കിനും ചെറിയൊരു പില്ലോയും കൂടി യൂസ് ചെയ്ത് അതിന് കംഫർട്ടായിരിക്കും. But it depends how you look at it. No? I can sleep standing also. So I can sleep standing. So it's not an extreme. This happens, no? You can. It depends how you look at it. You know, if you want, you can sleep on your tummy also, no issue. If you want to sleep on one side, no issue. But ideally, if you ask me which is the most ideal position to sleep, is left lateral. Left side. Keep your left side down and sleep. Okay. That is called. There's another name for this, fish pose position, right? Okay. അതെന്താ ഫിഷ് പോസ്റ്റ്? They're like a fish. You should sleep like this. ചെരിഞ്ഞ് കിടന്ന് There's a fish pose. മെയിൻലി ഗ്യാസ്ട്രിക് ഡൈജഷൻ അസിഡിറ്റി അതെ, acidity ലെഫ്റ്റ് കുറയ്ക്കാൻ ലാറ്ററിൽ. Okay. പിന്നെ സ്ട്രെയിറ്റ് കിടക്കാം. അപ്പോൾ എനിക്ക് ലെഫ്റ്റ് കിടന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് ഷോൾഡറിൽ കുറച്ച് ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ നിങ്ങൾക്ക് കഴുത്ത് വേന ഉണ്ടെങ്കിൽ ചെരിഞ്ഞ് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. ഷോൾഡർ പെയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നെക്ക് പെയിൻ ഉള്ളവർക്ക് നേരെ കിടക്കാം. Okay. അപ്പോൾ നമുക്കതൊരു കംഫർട്ടാണ്. അപ്പോൾ ഞാൻ ഒരു സ്ട്രെയിറ്റ് കിടക്കുന്ന ഒരാളാണ്. ചിലർ പക്ഷേ ചെരിഞ്ഞേ കിടക്കുള്ളൂ. പിന്നെ ഈ ടമ്മിയിൽ കിടക്കുന്നത് യൂഷ്വലി നമ്മൾ അത്ര അഡ്വൈസബിൾ അല്ല എന്ന് പറയും. കാരണം അബ്ഡമൻ കംപ്രഷനൊക്കെ വരുന്നതും നമുക്ക് എയർ പ്രോപ്പറായിട്ട് എയർ ബ്രീത്തിങ് വരില്ല കമ്മന്ന് കിടക്കുമ്പോൾ. അതുകൊണ്ട് ആ പൊസിഷൻ അത്ര നല്ലതല്ല. മെയിൻലി സ്ട്രെയിറ്റും പിന്നെ ലെഫ്റ്റ് ലാറ്ററലും ഇതാണ് കംഫർട്ടബിൾ പൊസിഷൻസ്, നല്ല പൊസിഷൻസ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ബ്രെയിനായിട്ട് ബന്ധമില്ല എന്ന് പറയുമെങ്കിലും ഈ ഉറങ്ങി കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? നമ്മൾ ഓഫ് ആവുന്ന പോലെ ബ്രെയിനും ഓഫ് ആവുന്നുണ്ടോ? ഡെഫിനറ്റ്ലി നോ, ഉറപ്പായിട്ട് ഓഫ് ആവില്ല. കാരണം നിങ്ങൾ ഉറക്കത്തിലല്ലേ സ്വപ്നം കാണുന്നില്ലേ? അപ്പോൾ സ്വപ്നം കാണുന്നത് നമ്മൾ യൂഷ്വലി നമുക്ക് 2 സ്ലീപ്പ് ഉണ്ട്, REM സ്ലീപ്പും NREM സ്ലീപ്പും. NREM സ്ലീപ്പ് ഡീപ്പ് സ്ലീപ്പാണ്. REM സ്ലീപ്പ് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്ന് പറയും. നമുക്ക് നമ്മുടെ ഐ മൂവ്മെന്റ്സ് ഒക്കെ ഇങ്ങനെ ഭയങ്കര റാപ്പിഡായിട്ട് നടക്കുന്ന ഒരു സമയം. ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ യൂഷ്വലി നല്ലതായിട്ട് ആക്റ്റീവാണ്. എന്ന് വെച്ചാൽ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഡ്രീം ചെയ്യുന്ന സമയമാണ് REM സ്ലീപ്പിൻ്റെ സമയം. അപ്പോൾ നമ്മുടെ ഡ്രീം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഡ്രീം എപ്പോൾ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ റീസെൻറ്റ് കാര്യങ്ങൾ അതൊക്കെ ആയിരിക്കുമല്ലോ നമ്മളിങ്ങനെ ഉറങ്ങുമ്പം നമ്മുടെ എപ്പോഴും ഇപ്പോൾ ഇന്ന് നടന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ നമ്മൾ ഉറങ്ങുമ്പം അതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്യും, അതിന് സോർട്ട് ഔട്ട് ചെയ്യും. എന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങളെ അതിന് നമ്മുടെ മെമ്മറിയിലേക്ക് ലാറ്ററൽ ടെമ്പറൽ ലോബാണ് ലോങ് ടേം മെമ്മറി, അതിലേക്ക് നമ്മൾ മാറ്റും കൺസോൾഡേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മെമ്മറി ഏരിയ ഹിപ്പോ ക്യാമ്പസും ടെമ്പറൽ ലോബ്സ് ഒക്കെ ഭയങ്കര ആക്ടിവേറ്റഡ് ആയിരിക്കും. പിന്നെ നമുക്കപ്പോൾ ഇമോഷൻസ് വരും. ഇപ്പം നല്ല മെമ്മറീസ് ഉണ്ട്, ട്രോമാറ്റിക് മെമ്മറീസ് ഉണ്ട്, അങ്ങനത്തെ ഇത് വരുമ്പോൾ അമിഗ്ഡല എന്ന് പറയും നമ്മുടെ ഇമോഷണൽ ഏരിയ, അതും ഭയങ്കര ആക്ടിവേറ്റഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതൊക്കെ ബ്രെയിനിൽ ആക്ടിവേറ്റഡ് ആകും ആ സമയത്ത്. പിന്നെ നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിവിഡ് ഡ്രീംസ് വരുമല്ലോ. നമുക്കിപ്പോൾ നമ്മൾ എന്തോ സംഭവിച്ചതുപോലെയൊക്കെ നമ്മൾ സ്വപ്നം കാണുമല്ലോ, അത് ഒരു വിർച്വൽ റിയാലിറ്റി പോലെ വരും. ആ ഡ്രീംസ് പിക്ചറൈസേഷനാണ്. അത് വേണമെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ടെമ്പറോ പരേറ്റൽ ഏരിയ എന്ന് പറയും, അതിൻ്റെ ജംഗ്ഷൻ ഉണ്ട്. അതാണ് നമുക്ക് ഈ വിഷ്വൽ സ്പേഷ്യൽ ഒരു ഓറിയൻറ്റേഷനൊക്കെ തരുന്നത്. അപ്പോൾ ഈ 3 ഏരിയാസും നമ്മൾ ഈ REM സ്ലീപ്പ് സമയത്ത് ഉറങ്ങുന്ന സമയത്ത് വളരെ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ പിന്നെ ആക്റ്റീവ് അല്ലാത്ത ഈ ഓഫ് ആവുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ബ്രെയിൻ ആ സമയത്താണ് ഡീടോക്സിഫൈ ചെയ്യുന്നത്. ബ്രെയിൻ ആ സമയത്താണ് കുറേ ഹോർമോൺസ്, ഗ്രോത്ത് ഹോർമോൺസും അങ്ങനെയുള്ള ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ. ആ സമയത്താണ് നമ്മളത് എന്താ പറയുക റിപ്പയർ എന്ന് പറയില്ലേ, ബോഡി റിപ്പയർ മെക്കാനിസം അപ്പം നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആക്റ്റീവ് അല്ലാത്ത ഏരിയാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഉണ്ട്. അപ്പം നമ്മൾ ഈ സ്വപ്നം കാണുമ്പം അത് ഇല്ലോജിക്കലാണ്, ലോജിക്കലല്ല. റിയാലിറ്റി പോലെ തോന്നുമെങ്കിലും അത് ലോജിക്കലല്ല. അപ്പം നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഉണ്ട്, അതാണ് നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങിൻ്റെ ഏരിയ. അത് കുറച്ച് ഇനാക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ലോജിക്ക് അല്ലാത്ത വിവിഡ് ഡ്രീംസ് നമ്മൾ കാണുന്നത്. അതിനകത്ത് ലോജിക്ക് ഉണ്ടാവില്ല നമ്മൾ ആലോചിക്കുമ്പോൾ. അത് ആ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആക്റ്റീവ് അല്ല അത്രയും. പിന്നെ ഇപ്പം നമ്മൾ ചിലപ്പോൾ സ്വപ്നം കണ്ട് ചവിട്ട് കിട്ടുമല്ലോ, സ്പൗസിനൊക്കെ പിള്ളേരാണെങ്കിൽ അച്ഛനമ്മയ്ക്ക് ചവിട്ട് കിട്ടും. അപ്പോൾ കുറച്ചൊരു മസിൽ പാരാലിസിസ് നമുക്കുണ്ടാവും, അത്രയും ആക്ടിങ് ഔട്ട് ഓഫ് ഡ്രീംസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ 2 ഏരിയാസാണ് അത്രയും ആക്റ്റീവ് അല്ല, മസിൽസും പിന്നെ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സും അത്ര ആക്റ്റീവ് അല്ലാതിരിക്കും. പക്ഷെ ഒരിക്കലും ഓഫ് ആവില്ല, ഷട്ട് ഡൗൺ ആവില്ല. ബാക്കി ഏരിയാസൊക്കെ ഇങ്ങനെ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കും. Because see, the brain is a very unique organ, no? If you see, the brain can be divided into 2 parts. One is the supratentorial and the infratentorial part. And the infratentorial part is the part which we rarely discuss. The breathing part, the heartbeats, everything is from the brainstem. So if that's why the concept of brain death has come into reality. Now we are because there is brain death. When we discuss about brain death, this is what happens. The death of the brain is not death of the supratentorial part or the upper part, the frontal cortex or temporal or parietal or occipital. These are the 4 main areas in the brain. But the infratentorial part is the one which is the brainstem. That is the one that also has different parts. So that is all medulla oblongata. These are the things which is always running. Just like heart. The heart doesn't stop working. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ആളുടെ ബ്രെയിനിൽ അയാൾ സ്വപ്നം പോലും കാണില്ല, അയാളുടെ ബ്രെയിൻ അപ്പം എന്താ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ എന്താ ആക്ച്വലി ബ്രെയിൻ ഡെത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബേസിക്കലി നമ്മുടെ സെറിബ്രം, അതാണ് 2 പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ സൂപ്രാറ്റെൻഡോറിയൽ എന്ന് പറഞ്ഞാൽ മെയിൻലി സെറിബ്രം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രോണ്ടൽ പരേറ്റൽ ഓക്സിപിറ്റൽ ടെമ്പറൽ ഇങ്ങനെ കുറേ ലോബ്സ് ഒക്കെ ഇരിക്കുന്നത്. താഴെയുള്ളതാണ് ബ്രെയിൻ സ്റ്റെം.
മിഡിൽ ഒബ്ലങ്കറ്റ, ബോൺസ്, മിഡ് ബ്രെയിൻ, അങ്ങനെ സെറിബെല്ല ആ ഏരിയയിലെല്ലാം കൂടിയതാണ് ബ്രെയിൻ സ്റ്റെം. അപ്പോൾ ഇപ്പോൾ ഒരു ബ്രെയിൻ ഡെഡ് എന്ന് നമ്മൾ പറയുമ്പോൾ യൂഷ്വലി നമ്മൾ ഉദ്ദേശിക്കുക സെറിബ്രം ഇനാക്റ്റീവ് ആണ്. ഇപ്പം നമ്മളിങ്ങനെ അലേർട്ടായിട്ട് കോൺഷ്യസ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ സെറിബ്രത്തിൻ്റെ തിങ്കിങ് ആണ് മെയിൻലി. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. അതിനെയാണ് നമ്മൾ ഈ ബ്രെയിൻ ഡെഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ ബ്രെയിൻ സ്റ്റെം ആക്റ്റീവ് ആയതുകൊണ്ട് നമ്മുടെ ബ്രീത്തിങ് നടക്കും. നമുക്ക് നമ്മൾ പറയും നമ്മുടെ കണ്ണിലെ പ്യൂപ്പിലറി റിയാക്ഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ പ്രോപ്പറായിട്ട് നടക്കും, ഹാർട്ട് റേറ്റ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ബ്രെയിൻ ഡെഡ് ആണെങ്കിലും ഈ ഓർഗൻ ഡൊണേഷൻ പറ്റുന്നത്. കാരണം ബാക്കിയുള്ളതെല്ലാം ബാക്കി ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ബാക്കി ഓർഗൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, ബ്രെയിൻ സ്റ്റെം ഉള്ളത് കൊണ്ട് നമ്മുടെ ബ്രീത്തിങ്ങും അതെല്ലാം പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് നമുക്ക് ഈ ഓർഗൻ ഡൊണേഷനൊക്കെ പറ്റുക. അപ്പോൾ അപ്പർ സ്റ്റോറി, അതായത് സെറിബ്രം പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല. സോ ദാറ്റ് യു കാൻ തിങ്ക്, ഒന്നും അറിയില്ല, അൺകോൺഷ്യസ് ആണ് നിങ്ങൾ. പക്ഷേ ബാക്കി ഏരിയ വർക്ക് ചെയ്യണം, എന്നാലേ ബ്രെയിൻ ഡെഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർഗൻ ഡൊണേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് അപ്പോൾ നമ്മൾ സ്വപ്നം കാണുന്നതെന്ന് ചോദിച്ചാൽ എന്താ പറയുക? വൈ? അതിൻ്റെ റീസൺ എന്താ സ്വപ്നം കാണുന്നതിനുള്ള? സ്വപ്നം കാണുന്നതിന് എക്സാക്റ്റ് ഒരു റീസൺ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ REM സ്ലീപ്പിലാണ്, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്, ആ സ്റ്റേജ് ഓഫ് സ്ലീപ്പിലാണ് നമ്മൾ സ്വപ്നം കാണുക. അപ്പോൾ നമ്മുടെ ബ്രെയിന് നമ്മൾ ഉറങ്ങുമ്പം ഇന്ന് നടന്ന അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് നടന്ന കാര്യങ്ങളെ നമ്മുടെ ബ്രെയിൻ സോർട്ട് ഔട്ട് ചെയ്ത് അതിനെ കൺസോൾഡേറ്റ് ചെയ്യും, വേണ്ടാത്തതിനെ ഡിലീറ്റ് ചെയ്യും, വേണ്ട കാര്യങ്ങളെ ലോങ് ടേം മെമ്മറിയിലേക്ക് ഹിപ്പോ ക്യാമ്പസ് എല്ലാം അസസ് ചെയ്തിട്ട് ലാറ്ററൽ ടെമ്പറൽ ലോബാണ്, അതാണ് ലോങ് ടേം മെമ്മറിയുടെ ഏരിയ, അങ്ങോട്ടേക്ക് മാറ്റും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇമോഷണൽ കാര്യങ്ങൾ, ഇപ്പോൾ സന്തോഷമുള്ള അല്ലെങ്കിൽ അൺഹാപ്പി ആവുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ, ട്രോമാറ്റിക് ഇവൻറ്റ്സ്, അപ്പോൾ നമ്മുടെ ഇമോഷണൽ സെൻറ്റർ ഉണ്ട് ബ്രെയിനിൽ, അമിഗ്ഡല, ഇവരെല്ലാം ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ ഇവരെല്ലാം ആക്ടിവേറ്റഡ് ആവുമ്പം നമുക്ക് ഈ ഞാൻ പറഞ്ഞ പോലെ ടെമ്പറോ പാരിയറ്റൽ ജംഗ്ഷൻ ഉണ്ട്, അതാണ് നമുക്ക് ആ പിക്ചർ തരുന്നത്, ഒരു വിഷ്വൽ പിക്ചർ കാണുമല്ലോ. അപ്പോൾ അതൊരു വിവിഡ് വിർച്വൽ റിയാലിറ്റി പോലെ നമുക്ക് അപ്പോൾ ആ ഡ്രീമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് നടക്കുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റും. ഈ മെമ്മറി, വേണ്ട മെമ്മറീനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് നല്ല മെമ്മറി, വേണ്ട മെമ്മറീനെ ലോങ് ടേമിലേക്ക് മാറ്റുന്നു, വേണ്ടാത്തതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു, പിന്നെ ഇമോഷണൽ ആസ്പെക്റ്റും അതിൽ വരുന്നു. അങ്ങനെയൊക്കെ വരുന്ന ആ സമയത്താണ് നമുക്ക് ഇത് പിക്ചറായിട്ട് ഒരു ഡ്രീമായിട്ട് നമ്മുടെ കയ്യിൽ വരുന്നത്. പക്ഷേ നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, അതാണ് ലോജിക്കൽ തിങ്കിങ്ങിൻ്റെ ഏരിയ, അത് ഇനാക്റ്റീവ് ആയതുകൊണ്ട് ഈ സംഭവം ഭയങ്കര വിവിഡായിരിക്കും, വിർച്വലായിരിക്കും, ഭയങ്കര ക്ലിയർ ആയിരിക്കും, പക്ഷേ ഇല്ലോജിക്കലായിരിക്കും, അതിൽ ലോജിക്കില്ല. അപ്പോൾ ഈ മെമ്മറി കൺസോൾട്ടേഷനും ഇമോഷണൽ ഇതെല്ലാം കൂടെ നമ്മുടെ ബ്രെയിൻ ചെയ്യണ ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഡ്രീം എന്ന് പറയുന്നത്. എക്സാക്ട് റീസൺ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ഒരു സമയത്താണ് അത് ഉണ്ടാവുന്നത്. ഈ ഏരിയാസ് ഒക്കെ ആക്ടിവേറ്റഡ് ആവും, അമിഗ്ഡല ആക്ടിവേറ്റഡ് ആവും, ഹിപ്പോ ക്യാമ്പസ് ആക്ടിവേറ്റഡ് ആവും, ടെമ്പറോ പാരിയറ്റൽ ജംഗ്ഷൻ ആക്ടിവേറ്റഡ് ആവും, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഇൻആക്ടിവേറ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇല്ലോജിക്കൽ ആവുന്നത്. കുറച്ചൊരു മസിൽ പാരാലിസിസ് വരും, സ്ലീപ്പ് പാരാലിസിസ് എന്നൊക്കെ പറയുമല്ലോ. അപ്പം ആക്ടിങ് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ സ്വപ്നം കണ്ട് അലറി വിളിക്കുക, അങ്ങനെ എല്ലാവരും ചെയ്യാറില്ല, ചിലവർ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ മെയിൻലി ഒരു മസിൽ പാരാലിസിസ് അവിടെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ യൂഷ്വലി പഠിച്ചില്ല, നമ്മളുടെ ഡ്യൂറേഷൻ ഓഫ് ഡ്രീം എന്ന് പറയുന്നത് സെക്കൻഡ്സ് ഉള്ളത്, അതായത് 1 to 2 seconds എന്താണെന്നാണല്ലോ നമ്മൾ പഠിച്ചേക്കുന്നത്. പക്ഷേ നമ്മളുടെ മെമ്മറിയിൽ ഇത് വളരെ ഡ്യൂറേഷൻ ഉള്ള ഒരു ഡ്രീം ആയിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവുക. അതെന്താ അങ്ങനെ? അതായത് അത് നമ്മളുടെ ബ്രെയിനിന്റെ പവർ കൊണ്ടാണോ നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അത്ര ഉള്ള 1 to 2 seconds ഡ്യൂറേഷൻ ഉണ്ടാവുള്ളൂ? ഈ 15 to 20 minutes ആണല്ലോ REM സ്ലീപ്പ് ഉള്ളത്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ മെജോറിറ്റി ഓഫ് ദ ഡ്രീംസ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ എപ്പോഴും ചെറിയ 1 to 2 seconds ഒക്കെ ഉണ്ടാവുള്ളൂ, അത്രയേ ഉണ്ടാവുള്ളൂ ഡ്രീം. മാക്സിമം ഡ്യൂറേഷൻ പോകുന്നത് 30 seconds ഒക്കെയാണ്, മാക്സിമം 30 seconds വരെയൊക്കെ പോവുള്ളൂ ഡ്രീംസ്. 1 to 2 secondsനകത്ത് തീരും. അപ്പോൾ നമ്മൾ 90% ഓഫ് ദ ഡ്രീംസ് നമ്മൾ മറന്നും പോകും, ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ എണീറ്റ ഉടനെ, ഇപ്പം മെജോറിറ്റി ഓഫ് ആൾക്കാർ ഇപ്പോൾ എണീറ്റ ഉടനെ ഫോൺ നോക്കുക അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമ്മൾ ഒന്നും ഓർക്കില്ല. അങ്ങനെയൊന്നും ചെയ്യാതെ എണീറ്റിട്ട് ചിലപ്പോൾ ഒന്ന് ഒരു 2 minute കണ്ണു അടച്ച് കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില ഡ്രീംസ് നമ്മുടെ ഓർമ്മയിലേക്ക് വരാം. ബാക്കിയെല്ലാം ഡിലീറ്റഡ് ആയി പോകും, അത്ര സെക്കൻഡേ ഉള്ളൂ, അത് ആ മെമ്മറി നിൽക്കുന്നില്ല. അതൊരു ബ്രെയിനിൻ്റെ ഷോർട്ട് ടേം ഒരു മെമ്മറി മാത്രമാണ്. ബ്രെയിൻ ഒരു ചെറിയ ട്രാൻസ്ലേറ്റിലാണ്. അപ്പം അത് നമ്മൾ ഓർത്ത് വെക്കില്ല, അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോണില്ല, അത് തീർന്നു. അതുകൊണ്ടാണ് നമുക്കത് ഓർക്കാൻ പറ്റാത്തത്. ഓക്കെ. അപ്പോൾ ഈ ദജാവ് എന്നുള്ള സിനാരിയോ നമുക്ക് എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാവുന്ന സാധനമല്ല, അതെന്താ ഇപ്പോൾ വരുന്ന കാര്യം? ഡിജാവ് എന്ന് വെച്ചാൽ അത് ബേസിക്കലി നമുക്ക് ഒരു ഫെമിലിയർ ഒരു സിറ്റുവേഷൻ, ഒരു സീനി നമ്മൾ വരുമ്പോൾ അത് നമ്മൾ നേരത്തെ നമുക്ക് ഫെമിലിയർ ആണെന്ന് തോന്നും, അൺഫെമിലിയർ ആയിരിക്കും, പക്ഷേ നമുക്കത് ഫെമിലിയർ ആയിട്ട് ഫീൽ ചെയ്യും. അതിനാണ് നമ്മൾ ഡിജാവ് എന്ന് പറയാം. അത് യൂഷ്വലി നമുക്ക് ന്യൂറോളജിയിൽ ഏറ്റവും കൂടുതൽ അത് കാണുക എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറയും, കോംപ്ലക്സ് പാർഷ്യൽ സീഷ്യസ്, അതിലാണ് ഡിജാവ് കുറച്ച് കോമൺ ആയിട്ട് ന്യൂറോളജിയിൽ കാണുന്നത്. പക്ഷേ അത് അല്ലാതെയും എന്ന് വെച്ചാൽ ബിനൈനായിട്ട് കുഴപ്പമില്ലാതെ ഇപ്പോൾ യങ് ആൾക്കാരിലൊക്കെ ബ്രെയിൻ എപ്പോഴും ഭയങ്കര മെമ്മറി സർക്യൂട്ടൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുമല്ലോ, അവരിൽ നമ്മളിത് കാണാം. പിന്നെ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ, ഫറ്റീഗ്ഡ് ആയിട്ടിരിക്കുമ്പം, ഭയങ്കര ടയേർഡായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തേക്ക് ഇത് വരും. അത് ട്രാൻസിയൻ്റ് ആണ് ഈ ഡിജാവ്. അത് അപ്പോൾ തന്നെ അത് പോവുകയും ചെയ്യും നമ്മുടെ മെമ്മറിയിൽ നിന്ന്, അത് നമ്മൾ നോർമലാവും. അപ്പോൾ ഇത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഇപ്പം നമ്മളൊരു സീൻ കാണുന്നു,
അത് നമ്മുടെ മെമ്മറി ഹിപ്പോ ക്യാമ്പസാ, റീസെന്റ് മെമ്മറിയാ, ഷോർട്ട് ടേം മെമ്മറി. അത് ഹിപ്പോ ക്യാമ്പസ് അത് അനലൈസ് ചെയ്യും. അത് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അതിനെ റിട്രൈവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഭയങ്കര സ്പീഡിൽ, അതൊരു ഗ്ലിച്ചാ, യൂഷ്വലി ഒരു ടൈം വേണം. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടോ, പഴയതാണോ പുതിയതാണോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇതിൽ സംഭവിക്കുക, ഡിജാവ് വരുമ്പോൾ സംഭവിക്കുക, ഹിപ്പോ ക്യാമ്പസ് അതിനെ കണ്ട് അത് പ്രോസസ്സ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ റിട്രൈവലിന് ലാറ്ററൽ ടെമ്പറൽ ലോബ് ശ്രമിക്കും, ലോങ് ടേം മെമ്മറി ആണെന്നുള്ള ഒരു ഫെമിലിയാരിറ്റി അവിടെ വരും. അപ്പോൾ ശരിക്കും അങ്ങനെ വരാൻ പാടില്ല. ഇത് ഹിപ്പോ ക്യാമ്പസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേ ലോങ് ടേം മെമ്മറിയുടെ ലാറ്ററൽ ടെമ്പറൽ ലോബ് അതിനെ പ്രോസസ്സ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിന് ആ ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്മാച്ച് കാരണം, ഒരു ഗ്ലിച്ച് വരുന്ന കാരണം ഇത് രണ്ടും ഒരുമിച്ച് നടക്കും. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഇത് ഫെമിലിയർ ആണെന്ന് ഫീൽ ചെയ്യും. പക്ഷെ ഇത് സെക്കൻഡ്സിനകത്ത് നമ്മുടെ ബ്രെയിൻ അത് മനസ്സിലാവും, അങ്ങനെയല്ല ഇത് എനിക്ക് ഫെമിലിയർ അല്ല എന്നുള്ളത്. അപ്പം നമ്മൾ നോർമലാവും. അപ്പോൾ ഇത് മെജോറിറ്റി ഓഫ് ദ കണ്ടീഷനിലും ഇത് ബിനൈനാണ്, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയിൽ അതൊരു ഓറ എന്ന് പറയും, അസുഖം വരാനുള്ള ഒരു ഓറ എന്ന് പറയുമ്പം നമുക്ക് സീഷർ ഉണ്ടാകാം. അപ്പോൾ ആൾക്കാർക്ക് തന്നെ ഒരു ഫീലിംഗ് ആണത്. അതിന് അങ്ങനെ ഡെജാവ് വരും, ഇത് ഞാൻ എവിടെയോ മുമ്പ് ഉണ്ടായിരുന്നു. അത് റിയൽ അല്ല, അതൊരു തോന്നൽ മാത്രമാണ്. ഫെമിലിയർ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഫെമിലിയർ ആയിരുന്നു, ആ സീനിൽ ഞാൻ ഉണ്ടായിരുന്നു, അല്ലെ ഞാൻ ഇതിൽ കൂടെ പോയിട്ടുണ്ട്. നമ്മുടെ സിനിമയില്ലേ കരൺ അർജുൻ, പഴയ ഹിന്ദി സിനിമയാ, മറ്റേ ഷാരൂഖ് ഖാനും സൽമാൻ ഖാനും ഉള്ളത്. അതിനകത്ത് അവർ ആ റീബർത്തും ആയിട്ടൊക്കെ വരുമ്പോൾ അതിനകത്ത് അവർക്ക് മുമ്പ് ഇങ്ങനെ ഈ അമ്പലത്തിൽ അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ഫീലിംഗ് വരുമല്ലോ. അത് ഡിജാവ് വെച്ചിട്ട് സിനിമകളുണ്ട്, കുറെ സിനിമകളുണ്ട്. മലയാളത്തിലുണ്ട് മയിൽപീലിക്കാവ്, ഡിജാവു അതിൽ പറയുന്നത്. Curse Meter movie on that. Okay. That is the first movie which came out with this. Oh, Dejavu. In the sense, Rishi Kapoor is the hero. Okay. And the heroine, I'm not. It looks like it's Anil Ambani's wife. അപ്പോൾ സിനിമാക്കാരെ മാത്രമാണ് ഡിജാവ് ഉള്ളതാണ്. It is there. See, even I have experience. ആർക്കുണ്ടാവാം. See, I have experience. I'll tell you my personal experience. We went to Madura. The moment I entered that place, I had a feeling that I was in this place. But I was not able to correlate whether I was there or not there. The another deja which happened with me was, as a child I used to see a photograph. There was always a photograph I used to come, and not a photograph, an image used to come into my mind. Just like a cauliflower, like something coming like this, dust like coming up. But then what happened was, when I started going to school, Hiroshima, Nagasaki, this thing is there, no? It was that image which was coming into my brain. Explosion, that explosion which nuclear bomb which was put. So I don't know whether it is deja vu or whether it is my past life connection or any, I don't know. So that's why many things we are taking up from the past into the present. It is there. അതുള്ളതാണ്. പക്ഷെ അത് എപ്പോഴും കുഴപ്പക്കാരനും അല്ല. ഈ എപ്പിലെപ്സിയുടെ കൂടെ വരുമ്പോൾ മാത്രമാണ് യൂഷ്വലി അത് എപ്പോഴും എപ്പിലെപ്സി ഉണ്ടാവണമെന്നും ഇല്ല. പക്ഷേ ബിനൈനായിട്ട് യങ് അഡൽസിലൊക്കെയാണ് കൂടുതൽ ഉണ്ടാവുക. നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവുക, ഫെറ്റിഗ്ഡ് ആവുക, ടയേർഡ് ആവുക, അപ്പോഴേക്ക് ഈ ഫീലിംഗ് വരാം. പക്ഷേ അത് ട്രാൻസിയൻ്റ് ആണ്. ഇതൊരു ഗ്ലിച്ച് കാരണമാണ്. ഹിപ്പോ ക്യാമ്പസും മറ്റേ ലാറ്ററൽ ടെമ്പറൽ ലോബും തമ്മിലുള്ള ഒരു കണക്ഷൻ മിസ്മാച്ച് കാരണം ആ ഗ്ലിച്ച് കാരണം വരുന്നത്. അത് അപ്പം തന്നെ ശരിയാവും, മനസ്സിലാവും നമുക്ക്, എന്നുള്ളത് മനസ്സിലാവും, നോർമലാവും. ഓക്കെ. ഇതിപ്പോൾ നമ്മളൊക്കെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, നമുക്ക് എപ്പോഴും വരുന്ന രസമുള്ളൂ തലവേദന എന്നുള്ള സംഭവം. തലവേദന വരുമ്പോൾ എല്ലാവരും, എൻ്റെ പാരൻസും നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും തലവേദന വരുമ്പോൾ അഡ്വൈസ് ചെയ്യുന്നത് ഒരു ചായ കുടിച്ചാൽ റെഡിയാവും എന്നുള്ളതാണ്. ചായ കുടിച്ചാൽ തലവേദന പോകും, അല്ലെങ്കിൽ കുറേ വെള്ളം കുടിച്ചാൽ മതി നമ്മളെ തലവേദന മാറും എന്നുള്ളത്. ഈ ചായയും വെള്ളമൊക്കെ ആയിട്ട് നമ്മളുടെ ബ്രെയിനിന് അപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ബന്ധമുണ്ടോ? അതെങ്ങനെയാണ് നമ്മൾ ചായ കുടിക്കുമ്പോൾ തലവേദന മാറുന്നത്? ബേസിക്കലി തലവേദന ഇപ്പോൾ ഡീഹൈഡ്രേഷൻ, നമ്മൾ വെള്ളം കുറേ കുടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തലവേദന വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ആ ടൈറ്റ്നസ് മാറും, ഡീഹൈഡ്രേഷൻ മാറും. അപ്പോൾ നമുക്ക് തലവേദനയ്ക്ക് ഒരു ബെറ്റർനെസ് വരും. അതിന് ഭയങ്കര ഒരു സയൻറ്റിഫിക് ലോജിക്കൊന്നുമില്ല. ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോൾ ഹെഡേക്ക് വരാം, ഒരു ട്രിഗറാണത് ഹെഡേക്കിന്, അത്രയേ ഉള്ളൂ.